കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് ഞാനിത് കണ്ടന്റിന് വേണ്ടിയാണ് ചെയ്യുന്നത്, പിന്നെ ഞാനൊന്നും ചെയ്തിട്ടില്ല, ചുമ്മാ ഒരു വീഡിയോ ഇട്ട്. ഹലോ ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യുക, വരൂ നമ്മുടെ കൂടെ വരൂ, ഒരുമിച്ച് നമുക്ക് പോരാടാം. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ട്, ഒരു ഒലിവിയുടെ അവിടെ പോയി എടുത്തിട്ടുള്ള ഒരു താത്തയുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത്. സീരിയസ്ലി എനിക്ക് ചിരിയാണ് വന്നത് ആ വീഡിയോ കണ്ടപ്പോൾ. ഇതെന്ത് ഇങ്ങനെ എന്ന് ചിരിക്കുമായിരുന്നു. പിന്നെ അതുപോലെ കൺമണിയുടെ ഒരു വോയിസിന്റെ കേസും എനിക്ക് സംസാരിക്കാനുണ്ട്. ഇത് രണ്ടും റിലേറ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നലെ ഞാൻ ഈ പറയുന്ന പോലെ ആ താത്ത പോയിട്ട് അവിടെ നിന്നൊരു വീഡിയോ എടുത്ത് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നേ. ഞാൻ ആ വീഡിയോ ഒന്ന് കൊടുക്കാം ഫസ്റ്റ്. നിങ്ങൾ ആരെങ്കിലും പേഴ്സണാലിറ്റി ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? എക്സിക്യൂട്ടീവ് അല്ല, കേൾക്കൂ. നിങ്ങൾ ആരെങ്കിലും പേഴ്സണാലിറ്റി ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ചൂടായിട്ടുണ്ടോ? ദേഷ്യപ്പെട്ടുണ്ടോ? വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? പിന്നെന്തോ അവൻ ഇത്രയും പേർക്ക് ജോലി കൊടുക്കും, അല്ലെങ്കിൽ ഇവർ പറയുന്നവർ കൊടുക്കും. എന്ത് ചെയ്യാം? ആദ്യം നമ്മളെ സിബിയണ്ണന്റെ അടുത്ത് ഒരു കാര്യം പറയട്ടെ. അമ്മ ഇങ്ങനെ ഒളിച്ചിരിക്കാതെ ഈ ക്യാമറയ്ക്ക് മുന്നിലോട്ട് വാ. ടിക്ടോക്കിലൊക്കെ നല്ല അടിപൊളി ഡാൻസ് അല്ലേ, അതുപോലെ മുന്നോട്ട് വാ. എന്താ ഒളിച്ചിരുന്ന് ക്യാമറയ്ക്ക് പിന്നിൽ ഇരുന്നുള്ള സംസാരം മാത്രമേ സിബിയണ്ണനുള്ളൂ. അപ്പോ ആരെങ്കിലും ഞങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ടാ? ഇല്ല. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാ? ഇല്ല. വഴക്ക് പറഞ്ഞിട്ടുണ്ടാ? ഇല്ല. എന്തെങ്കിലും ഹരാസ് ചെയ്തിട്ടുണ്ടാ? ഇല്ല. എന്തു വന്നിട്ടെ പറഞ്ഞ് പഠിപ്പിച്ച് ചേർത്തിരിക്കുന്നത്. പിന്നെ അതങ്ങനെ ഞാനിപ്പോ എല്ലാവരെയും പറയുന്നില്ല. ഓക്കെ, വേറൊരു കേസ്. ഇവിടെ നിങ്ങളുടെ സ്ഥാപനം അവിടെ നിൽക്കുന്ന ഇപ്പൊ നിലവിലുള്ള ആൾക്കാരടുത്ത് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എങ്ങനെയെങ്കിലും പറയൂ, ഇങ്ങനെ ഇവരെ കയ്യിൽ നമ്മൾ ഇത്രയും ക്രൂരത അനുഭവിക്കുകയാണെന്ന് പറയൂ. അവിടെ നിന്ന് ഇറങ്ങിപ്പോയവർക്കും അവിടെ നിന്ന് ഇറക്കി വിട്ടവർക്കും അവിടെ നിന്ന് സാഹചര്യം കൊണ്ട് ഗതികേടും കൊണ്ട് ഇറങ്ങിപ്പോയവർക്കല്ലേ അത് പറയാൻ പറ്റത്തുള്ളൂ. അവിടെ നിന്ന് ക്രൂരത അനുഭവിച്ച് അവിടെ തന്നെ ഇപ്പോഴും കഷ്ടപ്പെട്ട് പിടിച്ചു നിൽക്കുന്നവർക്ക് അത് പറയാൻ പറ്റുമോടെ? എന്തുവാടാ കണ്ടുകൊണ്ടിരിക്കണവന്മാരെ മണ്ടന്മാരാ? അവിടെ നിങ്ങൾ ഇപ്പൊ നിലവിൽ അവിടെ നിൽക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങളുടെ യൂണിഫോം ഇട്ടിട്ട് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങളെ കൂടെ ഇപ്പൊ ജോലി ചെയ്യുന്ന ആരെങ്കിലും അവിടെ നിന്നും കൊണ്ട് വരുന്ന ക്യാമറയ്ക്ക് മുന്നിൽ യെസ് അവർ ഞങ്ങളെ ഉപദ്രവിക്കുന്നു, യെസ് അവർ ഞങ്ങളെ വഴക്ക് പറയുന്നു, ചീത്ത വിളിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് അലയ്ക്കുവോ? കോമൺ സെൻസ് വെച്ച് ചിന്തിക്കണം. ഇത് കണ്ടോണ്ടിരിക്കണമാരെന്നാ പൊട്ടന്മാരാ? അയ്യേ, അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ആദ്യമേ ചിരി വന്നെന്ന്. ചിരി എന്ന് വെച്ചാൽ ഒന്നൊന്നര ചിരിയാണ് വന്ന. അടുത്ത് വേറൊരു കേസ് റിലേറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിന്റെ കേസ്. ഫോണ് ഇങ്ങനെ അവിടെ നിന്ന് പിടിച്ചു വയ്ക്കുന്നു. അതായത് സ്വന്തം കയ്യിൽ നിന്ന് സ്വന്തമായിട്ട് പൈസ ഇട്ട് മേടിച്ച ഫോണും സ്വന്തം സിമ്മും അവിടെ വെച്ചിട്ട് പോകേണ്ട അവസ്ഥ. ഈ സാധനത്തിന് അവിടുത്തെ സ്റ്റാഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഡൈജസ്റ്റീവ് അല്ല. പക്ഷെ അവിടെ താത്ത അത്യാവശ്യം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിന് അങ്കട ഇങ്കട ഇല്ലാത്ത മറുപടിയാണ് പിന്നെ സ്റ്റാഫുകൾക്ക് ഉണ്ടായത്. എന്തായാലും സ്റ്റാഫുകളെ ആരംഭിക്കാം. ബിസിനസ് ചെയ്യുന്ന ഫോണല്ലേ, അപ്പൊ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാലും നമ്മൾ ബിസിനസ് ചെയ്ത കസ്റ്റമേഴ്സ് അവിടെ നിലനിൽക്കുവാണ്. അവരുടെ ഫ്യൂച്ചറിൽ ഇൻ കേസ് എന്തെങ്കിലും അവർക്കൊരു കംപ്ലൈന്റ് ഉണ്ടോ ഇല്ലയോ നമ്മൾ ഫോണായിട്ട് പോയിട്ട് തന്നെ അറിയാൻ പറ്റത്തില്ല. അപ്പൊ ആ ഫോൺ ഇവിടെ ഉണ്ടെങ്കിൽ സിമ്മല്ലേ കൊടുക്കണ്ടു? അല്ല, നമ്മൾ വാട്സ്ആപ്പ് ചാറ്റ് വേണ്ടേ? അപ്പൊ നമ്മൾ ഈ ഫോൺ കൊണ്ട് പോയിട്ട് ചാറ്റ് മൊത്തം സിം കൊടുത്താൽ റീകളക്ട് ചെയ്യാലോ? വേറെ ചാറ്റ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് കിട്ടില്ലല്ലോ, കുറച്ച് പോർഷൻ പോകുമല്ലോ. ഇല്ലല്ലോ, കിട്ടില്ലേ? ഫുള്ള് കിട്ടും. ആരാ പറഞ്ഞേ? ചാറ്റ്, ഫോണ് സ്വന്തം കയ്യിലൊന്ന് പൈസ ഇട്ട് മേടിച്ച ഫോൺ അവിടെ വെച്ചിട്ട് പോയിട്ടൊരു അവസ്ഥയാണ്. സ്വന്തം സിം. അപ്പൊ അവര് പറയുന്നതെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ കസ്റ്റമറുമായിട്ട് ഡീലിങ്സിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്ന് വെച്ചിട്ടാണ് ഈ പറയുന്ന പോലെ ഫോൺ അവിടെ പിടിച്ചു വെക്കുന്നതെന്ന്. എന്ത് ഫ്യൂച്ചർ പ്രശ്നം വന്ന് ഈ പറയുന്നത് പോലെ ഒരു സിമ്മ് ഉപയോഗിച്ച് അതിൽ എന്തൊക്കെ ചാറ്റ് ചെയ്തിട്ടുണ്ട്, എത്ര കാലം കഴിഞ്ഞാൽ റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റും? അത്യാവശ്യ ഘട്ടം കസ്റ്റമർ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ സൈബർ വഴി പോയി കഴിഞ്ഞാൽ മതി, സുഖമായിട്ട് തൂക്കിയെടുക്കാം. സൈബർ വഴി പോകണ്ട, റീസ്റ്റോർ ബാക്കപ്പ് അടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യമുള്ള എല്ലാം ഇങ്ങ് പോരും. മനസ്സിലായ? വേറെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങെല്ലാം ഇങ്ങ് ഒരു അരവേന്ന് ഇങ്ങ് പോരും. മനസ്സിലായി? മെയിലുമായിട്ട് കണക്ട് ആണെങ്കിൽ മൊത്തം ഇങ്ങ് പോരും. മനസ്സിലായ? അതുകൊണ്ട് ഇതുപോലെ കാര്യമൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഫോൺ പിടിച്ചു വാങ്ങിയത്? എൻ്റെ അടുത്ത് ഒരു കുട്ടി, ആ കുട്ടിക്ക് ഇതുവരെ ആ കുട്ടിയുടെ ഫോൺ കിട്ടിയിട്ടില്ല. അവിടെ നിന്ന് പേടിച്ച് ഉള്ള വീട് കൊണ്ട് 4 മാസം മുന്നേ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി. പക്ഷെ ഫോൺ കുട്ടിക്ക് തിരിച്ചിട്ടില്ല. 20,000 രൂപയുടെ ഫോണാണ് അവരവിടെ വാങ്ങി വെച്ചിട്ടുള്ളത്. അവിടെ എന്തൊക്കെയോ പത്രത്തിലൊക്കെ ഒപ്പിട്ട് മേടിച്ചെന്നൊക്കെയാണ് ആ കുട്ടി പറഞ്ഞത്. എന്തൊക്കെയോ പത്രങ്ങളും കുറെ സാധനങ്ങളിലൊക്കെ ഒപ്പിട്ട് മേടിച്ച് അവസാനം ഒന്നും തിരിച്ചു കിട്ടിയില്ല. വളരെ പെട്ടിരിക്കുകയാണ്. 20,000 രൂപയും ഫോണും പിന്നെ അവർ
10,000 രൂപ അടുപ്പിച്ചെന്തോ കിട്ടാനുമുണ്ട്. എല്ലാം കൂടി വെള്ളത്തിലായിരിക്കണം. തിരിച്ച് പേടിച്ചിട്ടാണ് അവിടെ പോകാത്തത്. അവിടുത്തെ ഇത്രയും ക്രൂരതകൾ കാരണം ആ കുട്ടി പോയില്ല. അപ്പോൾ ഫോണിന്റെ കേസിൽ ഈ പറയുന്ന സ്റ്റാഫുകൾ നൽകുന്ന ഒറ്റ സാധനം എനിക്ക് ഒട്ടും ഡൈജസ്റ്റില്ല. കാരണം വേറെ ഒന്നുമല്ല, ഈ പറഞ്ഞതുപോലെ എല്ലാ സാധനവും റീസ്റ്റോർ ബാക്കപ്പ് അടിച്ച് എടുക്കാന്നുള്ളതേ ഉള്ളൂ. അതിന് പോയിട്ട് ഫോണും മേടിച്ച് സിമ്മും മേടിച്ച് വയ്ക്കുന്ന എന്തിനാ? ഇനി എങ്ങാണ്ട് കസ്റ്റമർ അല്ല സോറി ഈ സ്റ്റാഫ് ഇവിടുത്തെ ശല്യം കൊണ്ട് ഇനി ഫോണും വേണ്ട ഒന്നും വേണ്ട എന്ന് ഉള്ളവരും കൊണ്ട് ബാക്കി സ്ഥലം കാലിയാക്കി കഴിഞ്ഞാൽ ഫോണ് കയ്യിലായല്ലോ സ്വന്തമായിട്ട്. മനസ്സിലായി നമുക്കെല്ലാം മനസ്സിലായി. പിന്നെ അടിപൊളിയല്ലേ അവിടെ നടക്കുന്നത്. പിന്നെ അവിടെ നിൽക്കുന്ന സ്റ്റാഫുകളോട് ചോദിച്ചാൽ ഏതെങ്കിലും കാലത്ത് അവർ പറയുവോടെ നിങ്ങൾ ചെയ്യുന്ന മോശമാണെന്ന്? കണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഇത് മാത്രമേ പറയാനുള്ളൂ. അത് എനിക്കറിയാം. എന്നെ അവിടെ ഇന്റർവ്യൂവിന് എടുക്കാൻ വേണ്ടി വിളിച്ചു. ഞാൻ പോകത്തെന്താ? അവിടെ ചുമ്മാ അവർ വെളുപ്പിക്കും. അത് കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അല്ലെ അത് നിങ്ങളെ കാണിച്ചിട്ട് എന്ത് ചെയ്യാനാ? അവരവരുടെ ഭാഗം ന്യായീകരിച്ച് വെളുപ്പിച്ചുകൊണ്ടിരിക്കും. ഇതേ നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. എന്തായാലും കൺമണി ഒരു വോയിസ്, കൺമണിക്ക് വളരെ വിഷമമായിട്ടുള്ള ഒരു വോയിസ് ഞാൻ കേട്ടായിരുന്നു. ഇത്രയും ഒരു വലിയ ഇഷ്യൂ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് സമൂഹത്തിന്റെ മുന്നിൽ ഇട്ടുകൊടുത്ത് ആ പെൺകുട്ടികളുടെ അത്രയും കഷ്ടപ്പാടിൽ നിന്നൊക്കെ അത് വെളിച്ചത്ത് കൊണ്ടുവന്ന് ഇത്രയും ഇതാക്കിയ കൺമണി കേൾക്കുന്ന അവസ്ഥ നമുക്ക് കേട്ടോക്കാം. കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് ഞാനിത് കണ്ടന്റിന് വേണ്ടിയാണ് ചെയ്യുന്നത്, പിന്നെ ഞാനൊന്നും ചെയ്തിട്ടില്ല, ചുമ്മാ ഒരു വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ പേരിൽ ഞാൻ ഷൈൻ ചെയ്യുവാന്ന്. ഞാനൊന്നും ചെയ്യാതിരുന്നിട്ടാണോ ഈ ഒരു വിഷയം ഫസ്റ്റ് റിയാക്ട് ചെയ്യുന്നത്? അതായത് ഞാൻ വീഡിയോ ചെയ്തതിന് ശേഷം റിയാക്ട് ചെയ്യുന്നത് കയസിക്കയാണ്. ഈ കയസിക്കയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഒട്ടുമിക്ക കാര്യങ്ങളും കൊടുത്തത് ഞാൻ ആ പുള്ളിക്കാരന് 2-3 മെസ്സേജ് അയച്ച്. ആ പുള്ളിക്കാരന് മാത്രമല്ല, ഇതുപോലെ ഇച്ചിരി റിയാക്ട് ചെയ്യുന്നതിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന മിക്ക യൂട്യൂബേഴ്സിനും ഞാൻ തുരാന്ന് മെസ്സേജ് അയച്ച്. റീച്ച് കണ്ടന്റിന് വേണ്ടി കണ്ടന്റ് എല്ലാം കണ്ടന്റ് തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. ഈ വീഡിയോയും നിങ്ങൾ കാണുമ്പോൾ നമുക്ക് റവന്യൂ തന്നെയാണ്, എല്ലാം കണ്ടന്റ് തന്നെയാണ്. പക്ഷെ ഈ കാണുന്ന സാധനങ്ങൾ നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ കണ്ടന്റ് എന്ന് വന്നിരുന്ന് വിളിക്കുന്നവന്മാർ ഇത് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടല്ലേ നിങ്ങളിത് കാണുന്നത്, അറിയുന്നത്. ഇങ്ങനെയും പെൺകുട്ടികൾ ഇത്രയും ക്രൂരത ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ അറിയുന്നത്. ഓരോന്നായിട്ട് വലിച്ചു കീറി വെളിച്ചത്ത് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ അറിയുന്നത് അതുകൊണ്ടല്ലേ? അല്ലേ? ആണ്. മനസ്സിലായ? അല്ലാതെ ഈ കണ്ടന്റ് എന്ന് കിടന്ന് മെഴുകുന്നവന്മാരുത്. എനിക്ക് പറയാനുള്ളതാണ്, എല്ലാം കണ്ടന്റ് തന്നെയാണ്. പക്ഷേ നമ്മളിത് കൊണ്ടുവരുന്നത് കൊണ്ടാണ് നീയൊക്കെ ഇത് അറിയുന്നത്. മെഴുകുന്നവന്മാരുത്. മനസ്സിലായ? കൺമണി കണ്ടന്റ്. ഞാൻ പറയണത് കൺമണിയും ഇതുപോലത്തെ റിയാക്ഷൻ തുടങ്ങും. കാരണം ഈ സൊസൈറ്റിക്ക് നമുക്ക് ഇതുപോലത്തെ ഉണ്ടെങ്കിൽ എല്ലാം വലിച്ചു കീറണം. അതങ്ങനെയാ. എന്തായാലും കൺമണി ഞാനുമായിട്ട് സംസാരിച്ച കുറച്ച് വോയിസ് ഒന്ന് കേൾപ്പിക്കാം. എനിക്കാണെങ്കിൽ ഇവരുടെ ബിസിനസ് പൂട്ടിക്കാനോ അല്ലെങ്കിൽ ഇവരുടെ കച്ചവടം മുടക്കാനോ ഒന്നും താല്പര്യമില്ല. പക്ഷെ ഈ പെൺപിള്ളേരെ വെച്ചിട്ട് ഇവര് ഈ ഉണ്ടാക്കുന്ന ഈ ഒരു പരിപാടി ഒന്ന് നിർത്തിയാൽ കൊള്ളാന്നുണ്ട്. അതാണ് നമുക്ക് ആർക്കും നിങ്ങളുടെ കച്ചവടം നിങ്ങളുടെ ബിസിനസ് ഒന്നും പൂട്ടണ്ട. പക്ഷെ പെൺപിള്ളേരെ വെച്ചും കൊണ്ട് നടത്തുന്ന ഈ പരിപാടി അത് ഓട്ടോമാറ്റിക്കായിട്ട് പൂട്ടുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിനെ അത് ബാധിക്കും. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇങ്ങനത്തെ പരിപാടി ചെയ്ത് നടത്തുന്ന ബിസിനസ്സുകൾ ഈ നമ്മുടെ കേരളത്തിൽ വേണ്ട ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാം. വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം അമ്മാതിരി പരിപാടികളാണ് അവിടെ കാണിച്ചു കൂട്ടിയത്. അത് ചൂണ്ടിക്കാണിച്ചവന്മാരെല്ലാം ഒരുമാതിരി ഉണ്ട്. പിന്നെ ഞാൻ ഈ ഒലിവിയെ പറ്റി ചെയ്ത ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. ആ കമൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു എസ്സേ തന്നെയാണ്. അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് റിയാക്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഞാൻ റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ആൾക്കാർ പറയും ഞാൻ കണ്ടന്റിന് വേണ്ടി ഈ ഒരു ടോപ്പിക്ക് പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. പറയുന്നവർ പറയട്ടെ. കൺമണി ധൈര്യമായിട്ട് പ്രതികരിക്കണം. പറയുന്നവന്മാർ എന്തേന്ന് വെച്ചാൽ അവന്മാർ എന്ത് കോക്കനട്ടോ പറയട്ടെ. നമുക്ക് നമ്മുടെ ഭാഗം ന്യായം സത്യമുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ പറയുക. പിന്നെ ഈ പറയണ ഇതുപോലെ അവരുടെ സപ്പോർട്ട് പിടിച്ചു കിടന്ന് മെഴുകാൻ വരും. അതൊന്നും കാര്യമാക്കണ്ട. പക്ഷെ ആ കമന്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കമന്റ് ഇട്ട ആളുടെ അറിയാവുന്ന ആളാരോ അവിടെ നിൽപ്പുണ്ട്. അവർ പേടിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നതെന്ന്, എന്തോ ബോണ്ട് സംതിങ് ഒക്കെ എഴുതിപ്പിക്കുന്നത് കൊണ്ട് അവിടെ നിൽക്കുന്ന മിക്ക സ്റ്റാഫും പേടിച്ചിട്ടാണ് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവർ ഒരു എസ്സേ പോലെ കമന്റ് ഇട്ടിട്ടുണ്ട്. കാരണം ഞാനും എൻ്റെ കമന്റ് ബോക്സും ചെക്ക് ചെയ്തു. ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം അവിടെ ഇപ്പം നിലവിൽ നിൽക്കുന്നവരല്ല ഈ ദുരിതം പറഞ്ഞ് വിളിക്കുന്നത്. അവിടെ നിന്ന് പുറത്ത് പോയവരും അനുഭവിച്ചവരും ഒക്കെയാണ് വിളിക്കുന്നത്. മനസ്സിലായി? ഇപ്പം നിലവിൽ നിൽക്കുന്നവർ ഒരിക്കലും ചിലപ്പോൾ ഈ പറയുന്ന പോലെ അവരെ പേടിച്ചിട്ട് നിൽക്കും, അവരുടെ ഭീഷണിയിൽ വഴങ്ങി നിൽക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും അവരത്രയും ഇപ്പോൾ അങ്ങനത്തെ ഒരു കെയർ കൊടുത്ത് നിർത്തും. കാരണം ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നതല്ലേ. അപ്പം അങ്ങനെ ഉള്ളവരെ ഇപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കത്തുള്ളൂ. പിന്നെ ഇല്ല, ഒരു വരിയായിട്ട് പറയണേ ഇല്ല ഇല്ല ഇല്ല, എന്തുവാടാ ഇത്?
പറയിപ്പിക്കുന്നത് കണ്ടറിഞ്ഞൂടെ? കണ്ടറിഞ്ഞു. ഞാൻ അവിടെ പോയി കഴിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അവരെ വെളുപ്പിച്ച് മാക്സിമം വെളുപ്പിക്കും. ഞാൻ എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വെളുപ്പി ഉത്തരേ വരത്തുള്ളൂ. ചുമ്മാ എന്തിന് എൻ്റെ സമയം മെനക്കെടുത്തുന്നേ? മനസ്സിലായ? അതുകൊണ്ടാണ് ഞാൻ പോവാത്തത്. അത്രേ ഉള്ളൂ. അതിൽ വേറെ കാര്യമൊന്നുമില്ല. ചുമ്മാ കിടന്ന് സ്വയം വെളുപ്പിച്ച് പെയിന്റ് അടിച്ച് വാരി അടിക്കുകയും വെളുപ്പില് പാണ്ടാവത്തേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടുതൽ എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. ആവശ്യമുള്ളവർ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.